നമസ്കാരം. ഒരു ദിവസം അവസാനിക്കുമ്പോൾ ഇന്ന് പുറത്തു വന്ന വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. എല്ലാ പ്രേക്ഷകർക്കും ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. LDF-ൽ ഉറച്ചു നിൽക്കുമെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കിയിട്ടും കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തെ ചൊല്ലി വിവാദം. ജോസ് കെ മാണിയുമായി ചർച്ച നടത്തിയിട്ടില്ല എന്ന വാദം ആവർത്തിക്കുമ്പോഴും പ്രതീക്ഷ പുലർത്തിയാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. നാളെ ചേരുന്ന കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം നിർണായകമാണ്. മുന്നണി മാറ്റമില്ലെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കിയെങ്കിലും UDF നേതാക്കൾ പ്രതീക്ഷ കൈവിടുന്നില്ല. ജോസ് കെ മാണിയോട് കടുത്ത നിലപാട് വേണ്ടെന്ന പൊതുധാരണയെ തുടർന്നാണ് കരുതലോടെയുള്ള പ്രതികരണങ്ങൾ. നമ്മുടെ നിലപാട് സമാന ചിന്താഗതിയുള്ള ആളുകളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞല്ലോ, അടച്ചു എന്ന് പറയാത്തിടത്തോളം കാലം എന്താ തുറന്നു തന്നെ കിടക്കും. ഞങ്ങൾ അടച്ചു തൊട്ട് പറഞ്ഞിട്ടുമില്ല, അങ്ങനെ കിടക്കട്ടെ. കേരള കോൺഗ്രസ് എമ്മുമായി ചർച്ച നടത്തിയിട്ടില്ലെന്ന വാദം ആവർത്തിക്കുകയാണ് UDF നേതൃത്വം. ഒരു ചർച്ചയും നടന്നിട്ടില്ല. UDF-മായി ബന്ധപ്പെട്ട് വരാൻ കഴിയുന്നവർ വരട്ടെ, പക്ഷേ അത് അവരുടെ ആവശ്യപ്രകാരം മാത്രമേ ആയിരിക്കുകയുള്ളൂ. സമ്മർദ്ദം ചെലുത്തി ഞങ്ങളുടെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കില്ല. LDF-ൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്ന് കേരള കോൺഗ്രസ് എം ഉറപ്പിച്ചു പറഞ്ഞെങ്കിലും അണികൾക്കിടയിൽ ആശയക്കുഴപ്പം മാറിയിട്ടില്ല. ഇത് രാഷ്ട്രീയമായി അനുകൂലമാകുമെന്നാണ് UDF പ്രതീക്ഷ. ഇനിയും കേരള കോൺഗ്രസ് എമ്മിനെ ക്ഷണിക്കുന്നത് ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ടാണെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മന്ത്രി VN വാസവന്റെ വിമർശനം. ഞങ്ങൾ തന്നെ രക്ഷപ്പെടുകയല്ല, ഞങ്ങളെ ഒന്ന് സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് പരാജയത്തിന്റെയും അല്ലെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം ഇല്ലായ്മയുടെയും ദൃഷ്ടാന്താണ് ഞാൻ തുറന്നിട്ടിരിക്കുന്നു വരണേ എന്ന് പറയുന്നത്. കേരള കോൺഗ്രസ് എമ്മുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം ഇങ്ങനെ. അദ്ദേഹത്തിന്റെ നിലപാട് കൃത്യമായി അദ്ദേഹം പറഞ്ഞു, ഒരു കാരണവശാലും LDF വിട്ട് കേരള കോൺഗ്രസ് എങ്ങോട്ട് പോകുന്നില്ലെന്ന്. ആ വാക്കിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പൂർണ്ണമായും വിശ്വാസമാണ്. മുന്നണി മാറ്റം സംബന്ധിച്ച വാദങ്ങൾ പാർട്ടി ചെയർമാൻ തള്ളിയെങ്കിലും നാളെ നടക്കുന്ന കേരള കോൺഗ്രസ് എം സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയരും. 24 കോട്ടയം. കേരള കോൺഗ്രസ് എമ്മിന് മുന്നിൽ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് 24-നോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൻ സന്നദ്ധനാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF-ന് ബന്ധമില്ല എന്നും എന്നാൽ വോട്ട് വേണ്ട എന്ന് പറയില്ല എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. 24-ന്റെ ഫോർ ദ പീപ്പിൾ പരിപാടിയിലാണ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നണികളിലും പാർട്ടികളിലും ചർച്ചകൾ സജീവമായിരിക്കെയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയത്. LDF വിടില്ലെന്ന് കേരള കോൺഗ്രസ് എം വ്യക്തമാക്കിയെങ്കിലും UDF-ന്റെ വാതിലുകൾ തുറന്നു തന്നെയാണെന്ന് KPCC അധ്യക്ഷൻ. ജോസ് കെ മാണിക്ക് UDF-ലേക്ക് വരുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ? അവരും കൂടെ ആലോചിക്കേണ്ടതാണ്, ഞങ്ങളും കൂടെ ചർച്ച ചെയ്യേണ്ടതാണ്. അല്ല, വാതിലുകൾ മലർക്കെ തുറന്നിട്ടിരിക്കുന്നു, അടച്ചിട്ടില്ല എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. വാതിൽ തുറന്നു തന്നെ. പേരാവൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ താൻ തയ്യാർ, എന്നാൽ തീരുമാനിക്കേണ്ടത് നേതൃത്വമെന്നും പ്രതികരണം. ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. താങ്കൾ സന്നദ്ധനാണ്. ഞാൻ നാട്ടുകാരുടെ ആഗ്രഹം ഞാൻ മത്സരിക്കണമെന്നാണ്. പാർട്ടി തീരുമാനത്തിനനുസരിച്ച് ഞാൻ പോകും. MP-മാർ മത്സരിക്കണോ എന്നതിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. ഷാഫി പറമ്പിൽ എവിടെ നിന്നാലും വിജയിക്കും. പാലക്കാട് ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള കേസ് വിഷയമാകില്ലെന്നും KPCC അധ്യക്ഷൻ പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF-ന് ബന്ധമില്ലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF-ന് ഒരു ബന്ധവുമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണ്ട, വോട്ട് ആരുടെയും വേണ്ടെന്ന് പറയുന്നില്ല. അപ്പൊ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി UDF-ന് ഒരു ബന്ധവും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നേതാക്കൾക്ക് CPIM സംരക്ഷണം ഒരുക്കുന്നുവെന്നും സണ്ണി ജോസഫ് ആരോപിച്ചു. CPM ഇപ്പോഴും പ്രതികളെ സംരക്ഷിക്കുകയല്ലേ? ഇത്രയും ഗുരുതരമായ ഒരു കേസിൽ ഹൈക്കോടതി ആവർത്തിച്ചു പറയുന്നു, ഈ പ്രതികളുടെ പങ്കാളിത്തം പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ടും അവർക്കെതിരെ പാർട്ടി ഒരു ചെറിയ അച്ചടക്ക നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ഈ കടകംപള്ളി സുരേന്ദ്രനെ ബോധപൂർവം രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ട് എന്നാണോ KPCC പ്രസിഡന്റിന്റെ ആരോപണം? ന്യായമായിട്ടും സംശയിക്കണം. എന്തടിസ്ഥാനത്തിൽ ഇതുവരെയുള്ള നടപടികൾ ഈ ചോദ്യം ചെയ്യൽ രഹസ്യമാക്കി വെച്ചത്? തിരഞ്ഞെടുപ്പിൽ ചുരുങ്ങിയത് 100 സീറ്റ് നേടി UDF അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസമാണ് KPCC അധ്യക്ഷൻ പ്രകടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് 24. മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വീണ്ടും റിമാൻഡിൽ. രാഹുലിനെ മാവേലിക്കര സബ് ജയിലിലേക്ക് മാറ്റി. ജാമ്യാപേക്ഷ തിരുമല മജിസ്ട്രേറ്റ് കോടതി നാളെ പരിഗണിക്കും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്നും പ്രതിഷേധമുണ്ടായി. 3 ദിവസത്തെ കസ്റ്റഡി കാലാവധിയിൽ തെളിവെടുപ്പും ചോദ്യം ചെയ്യലും കാര്യമായി മുന്നോട്ടു പോയില്ല. ബലാത്സംഗം നടന്നതായി പരാതിക്കാരി പറഞ്ഞ തിരുവല്ല ക്ലബ് 7 ഹോട്ടലിൽ മാത്രമാണ്
രാഹുലുമായി തെളിവെടുപ്പ് നടത്തിയത്. പരാതിക്കാരിയുമായി ഹോട്ടലിൽ വെച്ച് കണ്ടിരുന്നു എന്നതല്ലാതെ രാഹുൽ ഒന്നും വിട്ടുപറഞ്ഞില്ല. ഒന്നിലധികം ഡിജിറ്റൽ ഡിവൈസുകൾ ഉപയോഗിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മൊബൈൽ ഫോണിലെ നിർണായക ഡാറ്റകൾ ലാപ്ടോപ്പിലേക്ക് പകർത്തി സൂക്ഷിച്ചെന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. ഈ ലാപ്ടോപ്പ് എവിടെയെന്നും രാഹുൽ അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയില്ല. അടൂരിലെ വീട്ടിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ലാപ്ടോപ്പ് കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ഡിജിറ്റൽ തെളിവുകളുടെ ശേഖരണത്തിന് പാലക്കാട് പ്രതിയുമായി പോകണമെന്ന് SIT കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ചുരുങ്ങിയ കസ്റ്റഡി കാലാവധിയിൽ പാലക്കാട് യാത്രയും മുടങ്ങി. ആദ്യ ദിവസം മുതലുണ്ടായ കടുത്ത പ്രതിഷേധങ്ങളും രാഹുലിനെ പുറത്തിറക്കിയുള്ള തെളിവെടുപ്പിന് വെല്ലുവിളിയായി. പത്തനംതിട്ട മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ രാഹുലിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്കുള്ള വഴിയിൽ രാഹുലുമായി വന്ന പോലീസ് വാഹനത്തിനു നേരെ യുവമോർച്ച പ്രവർത്തകർ ചീമുട്ട എറിഞ്ഞു. രാഹുലിന്റെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. 24 പത്തനംതിട്ട. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ അതിജീവിതയ്ക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ ഫെനി നൈനാനെതിരെ കേസ്. സൈബർ പോലീസാണ് രാഹുലിന്റെ സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവുമായ ഫെനിക്കെതിരെ കേസെടുത്തത്. അതിജീവിതയുടെ വാട്സ്ആപ്പ് ചാറ്റ് ഉൾപ്പെടെ പുറത്തുവിട്ട് അധിക്ഷേപിച്ചുവെന്നതാണ് കേസ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ദ്വാരപാലക കേസിൽ കൂടി തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ SIT. കേസിൽ ഇന്നലെ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം KP ശങ്കരദാസിനെ കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി ആശുപത്രിയിലെത്തി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും. ശബരിമലയിൽ അഭിഷേകം ചെയ്ത നെയ് വിതരണത്തിലെ ക്രമക്കേടിൽ വിജിലൻസ് കേസെടുത്തു. 2019 സമാനമായി 2024 ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതിനാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യുക. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ടും രേഖകളിലെ പൊരുത്തക്കേടുകളിലുമാണ് ചോദ്യം ചെയ്യാനുള്ള തീരുമാനം. ഇതിനിടെ ദ്വാരപാലക ശില്പക്കേസിലും തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. നേരത്തെ കട്ടിളപ്പാളി കേസിലായിരുന്നു തന്ത്രിയുടെ അറസ്റ്റ്. തിരുവനന്തപുരം സബ് ജയിലിലെത്തിയാണ് തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്നലെ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുന്നംഗം KP ശങ്കർദാസിനെ കോടതി റിമാൻഡ് ചെയ്തു. കൊല്ലം വിജിലൻസ് കോടതി ജഡ്ജി PS മോഹിത് ശങ്കർദാസ് ചികിത്സയിൽ കഴിയുന്ന തിരുവനന്തപുരം SP മെഡിഫോർട്ട് ആശുപത്രിയിൽ എത്തിയാണ് റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കിയത്. നാളെ KP ശങ്കർദാസിന്റെ ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കും. അതേസമയം ആടിയ നെയ് ക്രമക്കേടിൽ വിജിലൻസ് കേസെടുത്തു. SP മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനാണ് അന്വേഷണത്തിന്റെ ചുമതല. പ്രാഥമിക പരിശോധനയിൽ 36 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയെന്ന് വിജിലൻസ് അറിയിച്ചു. 24 തിരുവനന്തപുരം. പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിലെ പ്രതിയായ പയ്യന്നൂർ നഗരസഭാ കൌൺസിലറായി വിജയിച്ച VK നൌഷാദിന്റെ പരോൾ വീണ്ടും നീട്ടി. 15 ദിവസത്തേക്കാണ് പരോൾ നീട്ടിയത്. സർക്കാർ നേരിട്ടാണ് പരോൾ നീട്ടി നൽകിയത്. അച്ഛന്റെ ചികിത്സ ചൂണ്ടിക്കാട്ടിയാണ് പരോളിന് അപേക്ഷിച്ചത്. കേസിൽ കോടതി നിഷാദിനെ 20 വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു. പയ്യന്നൂർ നഗരസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും നിഷാദ് ഇതുവരെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം ഉൾക്കൊണ്ട് CPIM-ന്റെയും CPI-യുടെയും ഗൃഹസന്ദർശന പരിപാടിക്ക് തുടക്കമായി. നേതാക്കളും പ്രവർത്തകരും ജനങ്ങളെ നേരിട്ട് കേൾക്കുന്ന പരിപാടി ഒരാഴ്ച നീണ്ടു നിൽക്കും. ഗൃഹസന്ദർശന പരിപാടിയുടെ മാർഗരേഖയും CPIM തയ്യാറാക്കിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി ഉൾക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയത്തിലേക്ക് LDF-നെ എത്തിക്കുക എന്നുള്ളതാണ് ഗൃഹസന്ദർശന പരിപാടിയുടെ ലക്ഷ്യം. പാർട്ടിയുടെ നയങ്ങളും ഭരണനേട്ടങ്ങളും വിശദീകരിക്കുന്നതിനൊപ്പം ജനങ്ങൾക്കുള്ള പരാതികളും നിർദ്ദേശങ്ങളും കേൾക്കും. തിരുവനന്തപുരം മണ്ണന്തലയിൽ CPIM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി പരിപാടിക്ക് നേതൃത്വം നൽകി. വളരെ ഗൗരവമായിട്ട് ഈ ഗൃഹസന്ദർശനത്തോട് പ്രതികരിക്കുകയുണ്ടായി. CPM-നും LDF-നും ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിച്ച തരത്തിലുള്ള വിജയം ഉണ്ടായില്ല. പല സ്ഥലത്തും തിരിച്ചടികളുണ്ടായി. മന്ത്രിമാരും MLA-മാരും മുതിർന്ന നേതാക്കളുമടക്കം ഓരോ ജില്ലകളിലും വീടുകളിൽ നേരിട്ടെത്തുന്നുണ്ട്. ആലപ്പുഴയിൽ ബിനോയ് വിശ്വം നേതൃത്വം നൽകി. പാർട്ടി സഖാക്കൾ എല്ലാ ബ്രാഞ്ചുകളിലെയും എല്ലാ വീടുകളിലും പോകും. സംസാരിക്കുന്ന കൂടെ രാഷ്ട്രീയം പറയും, അനുഭവങ്ങൾ പറയും, നിർദ്ദേശങ്ങൾ കേൾക്കും, ഉപദേശങ്ങൾ ആരായും, വിമർശനമുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളും. ഇതിനിടെ ഗൃഹസന്ദർശനത്തിന്റെ മാർഗരേഖ CPIM തീരുമാനിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ച തുടങ്ങി. ജനങ്ങൾക്ക് പറയാനുള്ളത് ക്ഷമാപൂർവ്വം കേൾക്കണം. തർക്കിച്ചു ജയിക്കാനല്ല, ശരിയായ ധാരണയിലെത്തിക്കാൻ ക്ഷമാപൂർവ്വം ഇടപെടണം. വർഗീയ സംഘടനകളെ വിമർശിക്കുന്നത് CPIM മുസ്ലിം വിരുദ്ധ സമീപനമല്ല സ്വീകരിക്കുന്നതെന്നും വ്യക്തമാക്കണം. ശബരിമല വിഷയത്തിൽ പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തതും വിശദീകരണത്തിലുണ്ടാവണം. രാഷ്ട്രീയക്കാരനായാലും തന്ത്രിയായാലും കുറ്റം ചെയ്തവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും ജനങ്ങളെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. 24 തിരുവനന്തപുരം.
ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പി ദിവ്യയെ ഒഴിവാക്കി. സിപിഐഎം നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സൂസൻ കൊടിയെ നീക്കി. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖയാണ് പുതിയ സംസ്ഥാന അധ്യക്ഷ. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് CS സുജാത തുടരും. പി ദിവ്യയെ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് CPIM സംസ്ഥാന നേതൃത്വം മഹിളാ അസോസിയേഷൻ സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. കണ്ണൂർ ADM-ആയിരുന്ന നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിലായതിനു പിന്നാലെ പി ദിവ്യയെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയിരുന്നു. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കും തരം താഴ്ത്തി. പിന്നാലെയാണ് മഹിളാ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സംസ്ഥാന സമിതിയിൽ നിന്നും ഒഴിവാക്കിയത്. പി ദിവ്യ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് വിശദീകരണം. അവള് തന്നെ സംസാരിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു, എനിക്ക് കുറേയേറെ ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് വേണമെന്നുണ്ടെങ്കിൽ വരാം, എന്നെ ഒഴിവാക്കണം എന്നുള്ള ആഗ്രഹം അവൾ പ്രകടിപ്പിച്ചു. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയുടെ പേരിൽ CPIM സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയ സൂസൻ കൊടിയെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി. 3 തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത് കണക്കിലെടുത്താണ് സൂസൻ കൊടിയെ മാറ്റിയതെന്ന് PK ശ്രീമതി പറഞ്ഞു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖയാണ് പുതിയ അധ്യക്ഷ. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് CS സുജാത തുടരും. 24 തിരുവനന്തപുരം. ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ക്രൂ 11 സംഘം സുരക്ഷിതരായി ഭൂമിയിൽ തിരിച്ചെത്തി. സംഘത്തിലെ ഒരാളുടെ ആരോഗ്യ പ്രശ്നം മൂലം ദൌത്യം പാതിവഴിയിൽ അവസാനിപ്പിച്ചാണ് ഇവരുടെ മടക്കം. 165 ദിവസമാണ് 4 സംഘം ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞത്. സെന കാർഡ്മാൻ, മൈക്ക് ഫിൻകെ, കിമിയ യുയി, ഒലേഗ് പ്ലാറ്റ്നോഫ്. ഡ്രാഗൺ പേടകത്തിന്റെ വാതിൽ തുറന്ന് 4 സംഘം പുറത്തെത്തിയപ്പോൾ നാസയ്ക്കത് പുതുചരിത്രം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ 25 വർഷത്തെ ചരിത്രത്തിലെ ആദ്യ മെഡിക്കൽ ഇവാക്യുവേഷനാണ് നാസ വിജയകരമായി പൂർത്തിയാക്കിയത്. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ക്രൂ 11 സംഘം ബഹിരാകാശത്തെത്തിയത്. ഫെബ്രുവരി പകുതിയോടെ മടങ്ങിവരാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. സംഘത്തിൽ ആർക്കാണ് ആരോഗ്യപ്രശ്നമെന്നോ എന്താണ് അസുഖമെന്നോ നാസ വ്യക്തമാക്കിയിട്ടില്ല. പുലർച്ചെ 3:30 നിലയത്തിൽ നിന്നുള്ള പേടകത്തിന്റെ അൺഡോക്കിംഗ് പൂർത്തിയാക്കി. ഉച്ചയ്ക്ക് 2:11 പസഫിക് സമുദ്രത്തിൽ പേടകമിറങ്ങി. 1 മണിക്കൂറോളം നീണ്ട വീണ്ടെടുക്കൽ പ്രക്രിയയ്ക്ക് ശേഷം പുറത്തെത്തിയ 4 പേരും സുരക്ഷിതരാണ്. ന്യൂസ് ഡെസ്ക് 24. മുംബൈ അടക്കം മഹാരാഷ്ട്രയിലെ കോർപ്പറേഷനുകളിലേക്ക് നടന്ന വോട്ടെടുപ്പ് പൂർത്തിയായി. മുംബൈയിൽ BJP സഖ്യം വൻ ഭൂരിപക്ഷത്തോടെ അധികാരം പിടിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. നിരവധി ക്രമക്കേട് ആരോപണങ്ങളും വോട്ടെടുപ്പിനിടെ ഉയർന്നു. നാളെയാണ് വോട്ടെണ്ണൽ. മുംബൈ അടക്കം മഹാരാഷ്ട്രയിലെ 29 കോർപ്പറേഷനുകളിൽ ജനം വിധി എഴുതി. രാജ്യത്തിന്റെ സാമ്പത്തിക തലസ്ഥാനത്തിന്റെ ഭരണം BJPയുടെ മഹായുതി സഖ്യത്തിനാണെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. BJP ശിവസേന സഖ്യം 131 മുതൽ 151 സീറ്റ് വരെ നേടുമെന്ന് ആക്സിസ് വൈ ഇന്ത്യ പ്രവചിക്കുന്നു. ഉദ്ധവ് താക്കറെ, രാജ് താക്കറെ സഖ്യം പരമാവധി 68 സീറ്റിൽ ഒതുങ്ങും. JVC എക്സിറ്റ് പോൾ മഹായുതിക്ക് 138 സീറ്റോളം പ്രവചിക്കുന്നു. ഉദ്ധവ് സഖ്യം 59 സീറ്റിൽ ഒതുങ്ങും. എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയായാൽ വർഷങ്ങളോളം മുംബൈയുടെ അധികാരം നിയന്ത്രിച്ച താക്കറെ കുടുംബത്തിന് കനത്ത പ്രഹരമാകും. തെരഞ്ഞെടുപ്പ് ദിവസവും വ്യാപക ക്രമക്കേട് നടക്കുന്നതായി പലയിടത്തു നിന്നും പരാതി ഉയർന്നു. വേഗത്തിൽ മായ്ക്കാവുന്ന മഷി വിരലിൽ പുരട്ടുന്നതായി AAPയും കോൺഗ്രസും ആരോപണം ഉന്നയിച്ചു. आणि मुंबई महानगरपालिकेच्या माध्यमातून ही मतदानाची प्रक्रिया होते आहे. तिथे मार्कर पेन तुम्हाला शाई लावली जाते. याचा अर्थ नेल पॉलिश रिमूव्हरने देखील ही शाई काढता येऊ शकते. നവി മുംബൈയിൽ വോട്ടർമാർക്ക് BJP പാർട്ടി ചിഹ്നം അടങ്ങിയ പ്രത്യേക സ്ലിപ്പ് നൽകിയതിനെതിരെ പ്രതിഷേധമുണ്ടായി. നവി മുംബൈയിലെ ന്യൂട്ടൺ മറാഠി സ്കൂളിൽ നോട്ടയ്ക്ക് ചെയ്യുന്ന വോട്ട് BJPക്ക് പോകുന്നതായി പരാതി ഉയർന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വിഭാഗം വോട്ടർമാർ രേഖാമൂലം പരാതി നൽകി. തർക്കമായതോടെ പോളിംഗ് മെഷീൻ മാറ്റി. 24 മുംബൈ. UPയിൽ മതപരിവർത്തനം ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത മലയാളി പാസ്റ്റർ ജയിലിൽ. തിരുവനന്തപുരം സ്വദേശി ആൽബിനാണ് കാൺപൂർ ദെഹാദ് ജയിലിലുള്ളത്. കഴിഞ്ഞ 13-നാണ് കാൺപൂരിനടുത്ത് ഘാട്ടംപൂരിൽ ബജ്രംഗ്ദൾ പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് ആൽബിനെയും കുടുംബത്തെയും കസ്റ്റഡിയിലെടുത്തത്. ഭാര്യയെ പിന്നീട് കസ്റ്റഡിയിൽ നിന്ന് വിട്ടിരുന്നു. ആൽബിനെ 13-ന് വൈകിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയത് എന്നും FIR അടക്കം ലഭിക്കാത്തതിനാൽ ജാമ്യത്തിന് ശ്രമിക്കാൻ കഴിഞ്ഞില്ല എന്നും സഹപ്രവർത്തകർ ആരോപിച്ചു. ഞങ്ങൾ ഓൺ ദ വേ ആ ഘാട്ടംപൂർ പോലീസ് സ്റ്റേഷനിലെ കാരണം ഞങ്ങളുടെ വക്കീലും അവിടെ ഉണ്ട്. പക്ഷെ ആരും പറഞ്ഞ അവിടുത്തെ IO ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറും ഇൻസ്പെക്ടറും അവിടുത്തെ ഹെഡ് കോൺസ്റ്റബിൾ ആരും FIRയുടെ കോപ്പി തരുന്നില്ല സാറേ. അപ്പൊ ഞങ്ങൾ 4-5 പേര് അങ്ങോട്ട് ഇപ്പം പോവുക.
വിജയ് ചിത്രം ജനനായകന്റെ റിലീസ് ഇനിയും വൈകും. മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടപടിക്കെതിരെ KBN പ്രൊഡക്ഷൻസ് നൽകിയ ഹർജി സുപ്രീംകോടതി തള്ളി. വിഷയത്തിൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുക്കുമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. സിനിമയ്ക്ക് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകണമെന്നായിരുന്നു KBN പ്രൊഡക്ഷൻസിന്റെ ആവശ്യം. സിനിമ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നുവെന്ന പരാതിയെ തുടർന്നായിരുന്നു സെൻസർ ബോർഡ് പുനഃപരിശോധനാ കമ്മിറ്റിക്ക് അയച്ചത്. 7 പതിറ്റാണ്ടോളം ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രമായ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് മാറുന്നതോടെ ബ്രിട്ടീഷ് ഭരണകാലത്തെ നിർമ്മാണ രീതിയിലുള്ള നോർത്ത് സൌത്ത് ബ്ലോക്കുകൾ ഭാരതത്തിന്റെ 5000 വർഷത്തെ നാഗരികത പ്രകടമാക്കുന്ന മ്യൂസിയമാക്കി മാറ്റാനാണ് പദ്ധതി. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം എല്ലാ പ്രധാനമന്ത്രിമാരും ഉപയോഗിച്ചു വന്ന ഓഫീസ് മന്ദിരങ്ങൾ ഇവിടെ നിന്ന് മാറുകയാണ്. ഈ റെയ്സിന കുന്നിൽ നിന്നും പ്രധാനമന്ത്രിമാരുടെ ഓഫീസ് മന്ദിരങ്ങൾ സേവാതീർത്ഥിലേക്ക് മാറുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി സേവാതീർത്ഥിലാകും ഓഫീസിലിരുന്ന് രാജ്യത്തെ നിയന്ത്രിക്കുക. അപ്പോൾ സ്വാഭാവികമായും ഈ നോർത്ത് സൗത്ത് മന്ദിരങ്ങൾ ഇനി മ്യൂസിയങ്ങളായി മാറും. ഡൽഹിയുടെ ഹൃദയഭാഗത്ത് ല്യൂട്ടൻസ് ഡൽഹി എന്നറിയപ്പെടുന്ന ഹെറിറ്റേജ് കെട്ടിടങ്ങളാണ് രാഷ്ട്രപതി ഭവന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന നോർത്ത് സൗത്ത് ബ്ലോക്കുകൾ. പ്രതിരോധ വിദേശ മന്ത്രാലയങ്ങൾ ഇപ്പോൾ സൗത്ത് ബ്ലോക്കിലാണ്. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി ഈ ഓഫീസുകളെല്ലാം കർത്തവ്യ പഥിലേക്ക് മാറും. പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസിലെ മീറ്റിംഗ് റൂമുകൾ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തുന്നതിനും ഇന്ത്യൻ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും പ്രതിഫലിപ്പിക്കുന്നതുമാണ്. ക്യാബിനറ്റ് മീറ്റിംഗുകൾക്കായി പ്രത്യേക മുറി, ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ഓപ്പൺ ഫ്ലോർ മോഡൽ ഓഫീസ് സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട്. നിർമ്മാണ സമയത്ത് എക്സിക്യൂട്ടീവ് എൻക്ലേവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പുതിയ ഓഫീസ് സമുച്ചയം ഇനി മുതൽ സേവാതീർത്ത് ആയിരിക്കും. സേവാതീർത്ത് എന്നാൽ സേവനത്തിനുള്ള പുണ്യസ്ഥലം. സേവാതീർത്ത് 1 പ്രധാനമന്ത്രിയുടെ ഓഫീസ്, സേവാതീർത്ത് 2 ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, സേവാതീർത്ത് 3 ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ഓഫീസ്. ഒപ്പം പ്രധാനമന്ത്രിയുടെ വസതിയുടെ നിർമ്മാണവും ഇവിടെ പുരോഗമിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രമായി ഇവിടെ മാറും. ക്യാമറമാൻ ജിജീന്ദ്രനൊപ്പം ശ്രീജിത്ത് ബാലകൃഷ്ണൻ, 24 ഡൽഹി. വനിതകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത ലക്ഷ്യമാക്കി വി-ഗാർഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് നടപ്പാക്കിയ നാരീശക്തി പദ്ധതിയുടെ 2ാം ഘട്ടത്തിന് തുടക്കമായി. കൊച്ചി മേയർ VK മിനിമോൾ നാരീശക്തിയുടെ 2ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു. സഹൃദയ വെൽഫെയർ സർവീസസുമായി ചേർന്ന് നടത്തിയ 150 മണിക്കൂർ നീളുന്ന പരിപാടിയിലൂടെ തയ്യൽ, ബ്യൂട്ടീഷ്യൻ മേഖലകളിലായിരുന്നു ആദ്യഘട്ട പരിശീലനം നൽകിയത്. ആദ്യഘട്ട പരിശീലനം പൂർത്തിയാക്കിയ വനിതകൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന 44 വനിതകൾക്ക് തയ്യൽ മെഷീനുകളും ബ്യൂട്ടീഷ്യൻ കിറ്റുകളും ഉൾപ്പെടെയുള്ളവ വി-ഗാർഡ് ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ റീന മിഥുൻ ചിറ്റിലപ്പള്ളി കൈമാറി. പൊന്നുരുന്നി സൗഹൃദയിൽ നടന്ന ചടങ്ങിൽ വി-ഗാർഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ A, വി-ഗാർഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ചീഫ് ഓഫീസർ CSR സനീഷ് K, സഹൃദയ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോസഫ് കൊളുത്തുവിള്ളിൽ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സിബിൻ തോമസ്, WSE അസോസിയേറ്റ് ഡയറക്ടർ റവറന്റ് ഡോക്ടർ ആന്റണി ചേരന്തുരുത്തി എന്നിവർ പങ്കെടുത്തു. 5 പേർക്ക് പുതുജീവനേകി കണ്ണൂർ പയ്യാമ്പൂർ സ്വദേശിയായ 17-കാരി അയോന മോൺസന് മടക്കം. സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പെൺകുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. മസ്തിഷ്ക മരണം സംഭവിച്ച അയോനയുടെ അവയവങ്ങൾ 5 പേർക്ക് ദാനം ചെയ്തു. നാടിന്റെ പ്രാർത്ഥനകൾ വിഫലമായി. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി അയോന ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നുവെങ്കിലും ഇന്നലെ അർദ്ധരാത്രിയോടെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. അമ്മ ജോലി ആവശ്യത്തിനായി വിദേശത്തേക്ക് പോകുന്നതിനുള്ള കടുത്ത മനോവിഷമത്തിലായിരുന്നു അയോന. ആ വേർപാട് താങ്ങാൻ ആ കുഞ്ഞു മനസ്സിന് കരുത്തുണ്ടായിരുന്നില്ല. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതോടെ മകളുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ വീട്ടുകാർ തീരുമാനിച്ചു. അയോനയുടെ വൃക്ക ആകാശമാർഗം തിരുവനന്തപുരത്തേക്ക് എത്തിച്ചു. ആഭ്യന്തര വിമാന സർവീസ് വഴി കേരളത്തിൽ നടന്ന ആദ്യ അവയവ കൈമാറ്റമാണിത്. വിമാനത്താവളത്തിൽ നിന്ന് ഗ്രീൻ കോറിഡോർ ഒരുക്കിയാണ് ഇൻഡിഗോ വിമാനത്തിൽ അവയവം 11 മണിയോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. കോഴിക്കോടും തലശ്ശേരിയിലുമുള്ള മറ്റ് 3 പേർക്കും അയോന ജീവശ്വാസമാകും. കട്ടിയാങ്കൽ മോൺസൺ അനിത ദമ്പതികളുടെ മകളാണ് അയോന. സംസ്കാരം നാളെ തിരൂർ സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളി സെമിത്തേരിയിൽ നടക്കും. മണ്ണിലേക്ക് മടങ്ങുമ്പോഴും 5 പേരിലൂടെ ലോകത്തെ നോക്കി അയോന ഇനിയും പുഞ്ചിരിക്കും. 24 കണ്ണൂർ. സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. G സഞ്ജുവാണ് ക്യാപ്റ്റൻ. കിരീടം നേടാൻ ടീം സജ്ജമെന്ന് പരിശീലകൻ ഷഫീഖ് ഹസൻ 24നോട് പറഞ്ഞു. കഴിഞ്ഞ തവണ തലനാരിഴയ്ക്ക് നഷ്ടമായ കിരീടം നേടുമെന്ന് ക്യാപ്റ്റൻ സഞ്ജുവും വ്യക്തമാക്കി.
സന്തോഷ് ട്രോഫിയിൽ വലിയ പ്രതീക്ഷയോടെയാണ് കേരളം ഇത്തവണ ഇറങ്ങുന്നത്. കഴിഞ്ഞ തവണത്തെ ഫൈനലിലെ നിരാശ ഇത്തവണ കപ്പ് ഉയർത്തി അതിനൊക്കെ തന്നെ ഒരു മാറ്റം വരുത്താം. സന്തോഷത്തോടുകൂടി തന്നെ അസമിൽ നിന്ന് മടങ്ങാമെന്ന പ്രതീക്ഷയിലാണ്. നമ്മുടെ ടീം സെറ്റാണ്. പരിശീലകൻ ഷഫീഖുണ്ട്, എന്തായാലും ഒപ്പം തന്നെ ക്യാപ്റ്റൻ സഞ്ജുവിന് 2ാം തവണയാണ് വീണ്ടും ക്യാപ്റ്റൻ ആവാനുള്ള നിയോഗം. കോച്ചിൽ നിന്ന് തന്നെ തുടങ്ങും. കോച്ച്, എങ്ങനെയാണ് നമ്മൾ സെറ്റല്ലേ? നമ്മുടെ മാച്ച് വരുന്നത് പഞ്ചാബുമായിട്ടാണ്. അപ്പോൾ സെറ്റല്ലേ എന്നുള്ളൊരു ചോദ്യത്തിന് എനിക്ക് തോന്നുന്നത് അത് ഞങ്ങൾ പറയേണ്ടത് ഓക്കെയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ സെറ്റാവണം. ഒപ്പം തന്നെ ടീമിൽ ഇത്തവണ SLKയിലൊക്കെ തന്നെ കളിച്ച് വലിയ രീതിയിൽ പ്ലന്റി ഓഫ് എക്സ്പീരിയൻസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. വലിയൊരു ഒരു ഇത് കിട്ടിയിട്ടുണ്ട് തന്നെയാണ് താരങ്ങൾ വരുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ ഗുണം ചെയ്യുമെന്ന് തന്നെ കരുതുന്നുണ്ട്. അതെ, തീർച്ചയായും അത് ഗുണം ചെയ്യും. ഇനി നമുക്ക് പെർഫോമൻസ് ആണ് വേണ്ടത്. മാച്ചുമായിട്ട് അവർ ഒപ്പോണൻറ്റിനെ എങ്ങനെ കളിക്കുന്നു, അവരെക്കാൾ ബെറ്ററായി കളിക്കുക, നമുക്ക് കിട്ടുന്ന ചാൻസുകൾ സ്കോർ ചെയ്യുക. സഞ്ജു, കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടമായ ഒരു കിരീടമാണ്. തവണ നമ്മൾ എന്തായാലും നേടിയെടുക്കാൻ നമ്മൾ പരമാവധി അല്ലെങ്കിൽ എല്ലാ തരത്തിലും നമ്മൾ സജ്ജമായി വരുന്നതാണ്. വിൻ ചെയ്യുക എന്നുള്ളൊരു ഇത് തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണതും. അതിന് വേണ്ടിയിട്ട് ഇനിയും നമ്മൾ പ്രിപ്പയർ ചെയ്യാണ്ട് അത് ചെയ്യും. അവിടെ ചെന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് കരുതി. ഓക്കെ, മികച്ച ടീമിനൊപ്പം തന്നെ ഇത്തവണ ഒരു മികച്ച പരിശീലക സംഘം കൂടിയാണ്. അതിൽ ആദ്യം പ്രധാനി കെറ്റി ചാക്കോ, സന്തോഷ് ട്രോഫി താരം, അന്താരാഷ്ട്ര താരം. ഇത്തവണ ഗോൾ കീപ്പിംഗ് ഒക്കെ തന്നെ കുറച്ചുകൂടെ കരുത്തുറ്റാക്കുന്ന തരത്തിൽ നമ്മളാൽ കഴിയുന്ന എല്ലാ പരിശീലനവും നൽകുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പം 22 പ്ലേയേഴ്സിനെ കിട്ടി, 3 നല്ല ഗോൾ കീപ്പേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. ഇനി അവരെ നമ്മൾ ഇനി മാച്ചിന് വേണ്ടി ആണ് ചുരുക്കി കൊണ്ടുവന്ന് നമ്മൾ കപ്പ് നേടുക ഉള്ളതാണ് ലക്ഷ്യം. ഒപ്പം തന്നെ മുൻ സന്തോഷ് ട്രോഫി താരം ഇബിൻ റോസ് ഉണ്ട്. ഇബിൻ ചേട്ടാ, അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ടീമിന് ഏറ്റവും നല്ല കോച്ചിനൊപ്പം തന്നെ തോളോട് തോൾ ചേർന്ന് നമുക്ക് ഏറ്റവും മികച്ച ടീമിനെ ഒരുക്കുന്നതിൽ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഇനി അതൊരു കപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ടീമാണ്. ശരിക്കും നല്ലൊരു പരിശീലകൻ, വളരെ ലക്കായിട്ട് കാണുന്നു. അതിനോടൊപ്പം തന്നെ ഇത്തവണ സന്തോഷ് ട്രോഫി നേടും എന്ന് ഉറച്ച പ്രതീക്ഷയുണ്ട്. ഉറച്ച പ്രതീക്ഷയിലാണ് താരങ്ങളൊപ്പം തന്നെ പരിശീലകരും. എന്തായാലും സന്തോഷത്തോടുകൂടി തന്നെ അസമിൽ നിന്ന് നമുക്ക് നമ്മുടെ ടീമിന് മടങ്ങാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് അനിൽ വാസുദേവ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.